പുതുവർഷത്തിൻ്റെ പുലരിയിലാണ് നാം ഉള്ളത്. മുഹറം പുതുമകളുമായി നമ്മെ സമീപിച്ചിരിക്കുകയാണ്. ഓരോ വർഷവും ജനുവരിയുടെ പുതുമ, മുഹറത്തിൻ്റെ പുതുമ, പുതുമകൾക്ക് തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. പുതിയത് കേൾക്കുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ കൂടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും നശിച്ചു പോകുന്ന യുവാക്കളെയാണ് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുല്ലു ജദീദിൻ ലദീദുൻ, പുതിയതിന് എന്തോ വല്ലാത്തൊരു മധുരമാണ് എന്ന ഒരു ആപ്തവാക്യം ഒഴുകി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നല്ലതാണെന്ന് ഉറപ്പുള്ള പുതുമകളേതാണോ അതിൻ്റെ പിന്നാലെയാണ് നാം ചേരേണ്ടത്. സംശയമുള്ള പുതിയതുകൾ അത് അപകടമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അങ്ങനെയാണ് കടന്നു വന്നത്. അതിലെന്തെല്ലാമോ ഉണ്ട് എന്ന് ആരോ ഒക്കെ പറഞ്ഞു. മനുഷ്യനെ നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ളത് അത് എത്ര പുതിയതായാലും അതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു മനക്കരുത്താണ് ഈ മുഹറത്തിൻ്റെ പിറവിയുടെ വേളയിൽ നാം ഉൾക്കൊള്ളേണ്ടത്. സംശയമുള്ള പുതിയത് നമുക്ക് വേണ്ടേ വേണ്ട, സംശയമില്ലാത്ത പുതിയത് നമുക്ക് വേണം. ഉദാഹരണം, ഒരു സുഹൃത്തിനെ നാം കണ്ടുമുട്ടി. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്, അദ്ദേഹവുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൽ നല്ല പല കാര്യങ്ങളും നാം കണ്ടു. അത് നല്ലതാണെന്നതിൽ സംശയമില്ലാത്ത നന്മകളാണ്. അത് നമുക്കും പിന്തുടരാം. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമയുടെ അരമണിക്കൂർ മുമ്പ് തന്നെ ഒരാൾ പള്ളിയിലെത്തുന്നു. അത് നല്ലതാണെന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെ പോകുന്ന ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഒരു ചെറുപ്പക്കാരനെ നാം കണ്ടുമുട്ടിയപ്പോൾ നാം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹം ചെയ്ത ആ പുതിയ നന്മ, നല്ലതാണെന്ന് ഉറപ്പുള്ള ആ പുതിയ പ്രവർത്തനം നാം പിന്തുടരുക. പരമാവധി ആളുകളെ പരിചയപ്പെടുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തെ അങ്ങനെയാണ് ധന്യമാക്കിയത്. മക്കയിലും മദീനയിലും ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കൾ ഇങ്ങനെ വർദ്ധിച്ചതാണ്. സുഹൃത്തുക്കൾ കുറഞ്ഞതല്ല. കാരണം ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മിൽ ഉള്ള നന്മകൾ അദ്ദേഹത്തിലേക്ക് പകരുന്നു, അദ്ദേഹത്തിലുള്ള നന്മകൾ ഇങ്ങോട്ട് പകർത്തിയെടുക്കുന്നു. അപ്പോൾ ജീവിതത്തിന് മടുപ്പ് സംഭവിക്കുകയില്ല. ചില ആളുകൾക്ക് ജീവിതം മടുത്തിട്ട് ഇനി മരിക്കലാണ് നല്ലത് എന്ന് തോന്നാറുണ്ട്. അങ്ങനെ തോന്നരുത്. കാരണം നമുക്ക് വേണ്ടത് ദീർഘകാലത്തെ ജീവിതമാണ്. ആ ജീവിതത്തിൽ ധാരാളം നന്മകൾ പുതിയത് ഇങ്ങനെ കിട്ടണം. പക്ഷേ സംശയമുള്ള യാതൊരു കാര്യവും നാം പ്രവർത്തനത്തിൽ കൊണ്ടുവരരുത്. സംശയമില്ലാത്തത് ഏതാണ്? അതാണ് മുൻഗാമികളുടെ വഴി. അതിൽ സംശയമില്ല. നിസ്കാരത്തിലെ പ്രാർത്ഥന അതാണ്. ശരിയായ വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. ശരിയായ വഴി അമ്പിയാവ്, ഔലിയാവ്, സാലിഹ്യങ്ങളുടെ വഴിയാണ്. അത് നാം ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾക്ക് പുറമേ ഒരു നല്ല വ്യക്തിയിൽ നാം ഒരു നല്ലത് കാണുകയാണ്. നമ്മളും അത് പിന്തുടരണം. ഇതാണ് മുഹറത്തിലൂടെ നാം ആർജിക്കേണ്ടത്. മുഹറം ശരിയായി നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ജീവിതത്തിൽ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉണ്ടാവുകയില്ല, അപകർഷത ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ജീവിതത്തിന് എപ്പോഴും ചൈതന്യം നൽകുന്നത് നല്ല പുതിയതുകളാണ്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം കുടുംബത്തിലും വീട്ടിലും അയൽവാസികളിലും നാട്ടിലും ഗ്രാമത്തിലും പട്ടണത്തിലും എല്ലായിടത്തും പിൻപറ്റാൻ പറ്റിയ സംശയമില്ലാത്ത നല്ല കാര്യങ്ങൾ, മുൻഗാമികൾ ചെയ്ത നല്ല കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക. അത് പിന്തുടരാൻ ശ്രമിക്കുക. അതാകട്ടെ നമ്മുടെ പ്രതിജ്ഞ. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.